നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? സുഖമൊക്കെയാണോ? പിന്നില്ലേ, നമ്മുടെ ഗീവ് അവേ നടക്കുന്ന കാര്യം ഞാൻ എല്ലാ ദിവസവും പറയാൻ മറന്നു പോകും. ഗീവ് അവേ നടക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ. 2990, അതിനകത്ത് ഇനി ഡൗട്ടില്ല. 2990 ഒരു സാരിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സാരി എപ്പോഴും ഇവിടെ എടുത്ത് വെക്കണമെന്ന് ഓർക്കും, പക്ഷെ അത് നമ്മൾ വേറെ സേഫായിട്ട് എടുത്ത് വെച്ചിരിക്കുക. 2990 സാരിയാണ് വിന്നർക്ക് സമ്മാനം തരുന്നത്. ഏറ്റവും ബെസ്റ്റ് കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വാട്സപ്പിലെ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ, ഇൻഡിവിജ്വലി അല്ല ഗ്രൂപ്പുകളിൽ നിങ്ങൾ അതാത് ദിവസത്തെ വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം. ഇങ്ങനെ ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് അയച്ചു തരുന്ന കമൻറ്റുകളിൽ നിന്ന് ബെസ്റ്റ് കമൻറ്റും കൂടെ നോക്കി സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ലോട്ടിട്ടുള്ള ഒരു ലക്കി വിന്നർക്കാണ് 2990 രൂപയുടെ ഈ സാരി തരുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രീമിയം സാരീസിൻ്റെ മാത്രം എന്ന് പറയാൻ പറ്റില്ല, നല്ല സൂപ്പർ സാരീസിൻ്റെ ഓഫർ സെയിൽ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചേ, വിദ്യയെ ഈ സാരിയല്ല, ഇത്രയും നല്ല സാരീസ് അല്ല ഇങ്ങനെ എപ്പോഴും അടുപ്പിച്ച് കാണിച്ച് ഓഫർ റേറ്റിൽ കാണുന്നത് എല്ലാവർക്കും അറിയാം. അത് അത്രയും വർത്തയായിട്ടുള്ള സാരിയാണ്. അത്രയും കുറഞ്ഞ ഓഫർ മീൻസ് അത്രയും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും സാരി വാങ്ങിക്കാൻ പറ്റുമോ ഇങ്ങനെ എന്നും ഇട്ട് കഴിഞ്ഞാൽ എന്ന് എന്നോട് ചോദിച്ചു കേട്ടോ. എന്നാന്നറിയോ, ഞാൻ പറഞ്ഞിട്ട് എല്ലാ സാധനവും നമുക്ക് എല്ലായ്പ്പോഴും കിട്ടത്തില്ല. അതിപ്പോൾ ലൈഫിലാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമുക്ക് എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുമ്പം കിട്ടത്തില്ല. കിട്ടുമ്പോൾ വാങ്ങിച്ചോണം. അവസരമാണെങ്കിലും അതെ, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ വന്ന് നിൽക്കണമെന്നില്ല. അവസരം വരുമ്പോൾ വിനിയോഗിച്ചോണമെന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മൾക്ക് എന്നാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ലൈഫിനെ പറ്റി ഒരു പോസിറ്റീവ് ചിന്താഗതി വേണം. അല്ലെങ്കിൽ നാളെ ഇപ്പോൾ യുദ്ധം വരും, എന്നാ ചെയ്യും, അയ്യോ ഞങ്ങളെല്ലാം പട്ടിണിയാവുമോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ അതൊക്കെ വന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു ആത്മധൈര്യം ഉണ്ടാകുക. നമ്മളെന്ന് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റുന്നതിന് വാങ്ങിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത്രയ്ക്ക് നല്ല, എൻ്റെ സ്റ്റാഫ് പോലും എൻ്റെ അടുത്ത് പറയും, അയ്യോ ഇതെന്ത് രസമാണ്, ഇത് ഇത്ര റേറ്റിന് തന്നെ കൊടുക്കുന്നേ, ഇച്ചിരി റേറ്റ് ഇടായിരുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ടോളൂ, ഇതാണ് ആദ്യത്തെ സാരി. ടസർ സാരിയാണ്. കണ്ടോ, കട്ട് വർക്ക് ചെയ്ത, എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡഡ് ആയിട്ടുള്ള. ഇതിൻ്റെ തന്നെ ടസർ അല്ലാത്ത മെറ്റീരിയൽ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു ഓർഗൻസയാണ്. അതിന് വെറും 1590 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തത്. 3000 അടുത്ത് റേറ്റുള്ള സാരിയാണ് ഇത്. കണ്ടോ, ഇതിൻ്റെ കളറ് സാൻഡൽ ഷെയ്ഡ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, 5750 രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. ഇപ്പോൾ ഇട്ടേക്കുന്ന പ്രൈസ് 2390 ആണോ, 2390 രൂപ. ടസർ സാരി ഉപയോഗിക്കുന്നവർക്കറിയാം, പ്യുവർ ടസർ സാരി 2390 രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. സാരി പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ കൂടുതലായിട്ടില്ല. ഫുള്ള് ഇങ്ങനെ തന്നെ. ഇത് കണ്ടോ, ഫുള്ള് കട്ട് വർക്ക്, ബോഡിയിൽ ബുട്ടാസ്, അത് ഒരു ക്രോസ് സ്റ്റിച്ചാണ് ഇത് വന്നിരിക്കുന്നത്. കട്ട് വർക്ക് സാരിയാണെന്നും കൂടെ ഓർക്കണം. കയ്യിൽ, ബ്ലൗസിൻ്റെ കയ്യിൽ ആ ഒരു മുന്താണി കാണിച്ചു തരാതെ, എന്നിട്ട് ബ്ലൗസിലോട്ട് പോവാം. ഇത് കണ്ടോ, മുന്താണി വരുമ്പോൾ ഇങ്ങനെ, വ്യത്യാസമൊന്നുമില്ല. മുന്താണി വരുമ്പോഴും വ്യത്യാസമൊന്നുമില്ല. ബ്ലൗസ് വന്നിട്ട് പ്ലെയിന്. ഇതാണ് ബ്ലൗസ്. ബ്ലൗസിൻ്റെ കയ്യിൽ ഈ ഒരു സാധനം ഉണ്ട്, കയ്യിലൊരു ബോർഡർ ഉണ്ട് ഇല്ലേ, ഉണ്ടല്ലേ. ഇതിൻ്റെ ഒരു ഫോൾഡിങ് നിങ്ങൾ നോക്കിക്കുക എങ്ങനെ അത് പോയിരിക്കുന്നതെന്ന്. ബ്ലൗസ് ഇങ്ങനെ മടക്കിയിട്ട് അതായിട്ട് തയ്ച്ച് വെച്ചിരിക്കുക. ജസ്റ്റ് ഒന്ന് അഴിച്ചു വിട്ടാൽ മതി, അങ്ങനെ ചെയ്ത് വെച്ചു. ഇത് ബ്ലൗസാണേ. ഇത് അകത്തേക്ക് ഏറ്റവും ഉള്ളിലേക്ക് പോകുന്ന ഭാഗം. ഇത് മുന്താണി, സാൻഡലാണ് ഷെയ്ഡ്. എന്നിട്ട് അതിൻ്റെ കൂടെ ലാവണ്ടർ യെല്ലോ ഷെയ്ഡിലുള്ള ക്രോസ് സ്റ്റിച്ച് വിത്ത് കട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ്. ടസറാണ് സാരി. ഒറിജിനൽ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, 5790 രൂപയുടെ സാരിയാണ്. ഇനി ഇതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട്. ഇതിനൊറ്റ പീസേ ഉള്ളൂ കേട്ടോ, സിംഗിൾ പീസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാങ്ങിച്ച്. ഇതാണ് അതിൻ്റെ അടുത്ത കളറ്, വൈറ്റ്. ഞാൻ ഒത്തിരി അങ്ങ് നൂർത്ത് കാണിക്കുകയില്ല, കാരണം ഇത് നമ്മളിപ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾക്ക് നമുക്ക് ഒരു പരിധിക്കപ്പുറത്തോട്ട് ഫോൾഡിങ് പോലും മാറ്റിയാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത് നിങ്ങൾക്ക് വളരെ നല്ല ഒരു പ്രൈസിലാണ് കിട്ടുന്നത്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ ടസറാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ബ്ലൗസ് വേണമെങ്കിൽ ഇടാം. കട്ട് വർക്ക് ചെയ്ത കട്ട് വർക്ക് ചെയ്ത ബ്ലൗസ് നല്ല ഭംഗിയായിരിക്കും. ഇത് ബ്ലൗസ് നല്ല ഭംഗിയായിരിക്കും. ഇനി ഇടയ്ക്കൊരു ചേഞ്ചിന് നമുക്ക് ആ ലാവണ്ടർ ഷെയ്ഡ് വാങ്ങിച്ച ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് ഇടുവാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഇതൊരു സാരി. ഈ സാരി നിങ്ങൾക്കൊക്കെ എന്നും സ്ഥിരം കാണുന്നവർക്ക് ഓർമ്മയുണ്ട്. ഇത് നമുക്ക് നമ്മുടെ സ്റ്റോർ റൂമിൽ നിന്ന് ഈ സാരി ചോദിച്ചിട്ട്
കൊടുക്കാൻ പറ്റാത്ത കസ്റ്റമർക്ക് റീഫണ്ട് ചെയ്ത വരെ കേസുണ്ട്. മനസ്സിലായോ? ഈ കളർ തന്നെ വേണമെന്ന്. അത് കഴിഞ്ഞാണ് പിന്നെ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ സ്റ്റോക്ക് റൂമിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ, അപ്പം എല്ലാം അങ്ങനെ ശ്രദ്ധിക്കില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ സോർട്ട് ചെയ്ത് പിന്നെ ഈ പ്രൈസ് കാര്യങ്ങളെല്ലാം എന്നാണെന്നറിയോ, നമ്മൾ ഇന്നലെ അതൊരു കസ്റ്റമർ ചോദിച്ചു, അതിന് പ്രൈസ് റിമൂവ് ചെയ്യും. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ അല്ലെങ്കിലുണ്ടല്ലോ ബാർകോഡ് അടിക്കുമ്പോൾ നമ്മൾ തെറ്റിപ്പോവും. ഒറിജിനൽ പ്രൈസ് ഇട്ട് ബാർകോഡ് അടിച്ച് പോകും. അത് നമ്മുടെ സിസ്റ്റത്തിൽ കണക്കിൻ്റെ കാര്യങ്ങളിലെല്ലാം തെറ്റ് വരും. അതുകൊണ്ട് ഓഫർ സെയിലിന് പോകുന്ന ഇതിൻ്റെ പ്രൈസ് മാറ്റിയിട്ട് നമ്മൾ വേറെ പ്രൈസ് എഴുതി അടിച്ചു പിടിപ്പിക്കുക. ഇതിപ്പം മാറ്റേണ്ടതാണ്. മാറ്റുന്നതിന് മുന്നേ എനിക്കിപ്പോൾ തിരക്കായതുകൊണ്ട് വേഗം എടുത്തുകൊണ്ട് പോകുന്ന ഈ സാരി ഓർമ്മയുണ്ടല്ലോ, ജൂട്ട് ടസറാണ് ബോഡി. ഇത് ഒറ്റ പീസേ ഉള്ളൂ. ഇത് കാണാതിരുന്നത് കൊണ്ട് ഇപ്പം ആർക്കാണോ ആവശ്യമുള്ളൂ അവർക്ക് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതുപോലെ ഡിമാൻഡായിരുന്നു ഈ സാരിക്ക്. ഇതിൻ്റെ ഞാൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തപ്പിയെടുക്കുക. കാരണം ഇത് ആൾക്കാർക്ക് ഒത്തിരി ആവശ്യമുണ്ടല്ലോ. ബ്ലൗസ് പ്ലെയിൻ ആണേ. ഇത് ഞാൻ ഒത്തിരി തവണ ഓഫർ സെയിലിൽ 2-3 തവണയായിട്ട് കൊടുത്തതാ. ഒരെണ്ണം ഒന്ന് കാണിക്കുക. 1190 രൂപ, 99 രൂപ, 1899 ആണെന്ന് തോന്നുന്നു. 1199 ഇപ്പോഴത്തെ റേറ്റ്. ഇതും അടുത്തത് ജൂട്ട് ടസർ. ഇതിൻ്റെയൊക്കെ റേറ്റ് ഇപ്പോൾ കിടക്കുന്നതന്നെ. ഇതിപ്പോൾ ഞങ്ങൾ പറിച്ച് കളയും. കാരണം നമുക്കിത് ബാർകോഡ് അടിക്കുമ്പോൾ ഇത് പറ്റത്തില്ല. കാരണം ഒറിജിനൽ റേറ്റ് വേറെയാണല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഇതേലായി 1879 തന്നെ ആയിപ്പോവും നമ്മുടെ സിസ്റ്റത്തിൽ. അത് നമുക്ക് പറ്റില്ല. നമ്മൾ തരുന്ന പ്രൈസല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. 1399 ഇപ്പോൾ തരുന്നത് ജൂട്ട് ടസർ. നോക്ക് എത്ര മനോഹരമായിട്ടുള്ള സാരി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലായ്പ്പോഴും ഒന്നും ഇത്രയും കുറഞ്ഞ റേറ്റിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സാരികൾ നമുക്ക് ഞങ്ങളാണെങ്കിലും കൊടുക്കത്തില്ല. ഇതിപ്പം ഒരു വർഷത്തെ ഇയർ എൻഡിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന കേട്ടോ. നല്ല ഭംഗിയുള്ള സാരി. നിങ്ങൾ നോക്ക് എന്തോരം നല്ല സ്റ്റഫും. ജൂട്ട് ടസറാണ്. താഴത്തെ ബോർഡർ, മുകളിലത്തെ ബോർഡർ ഇങ്ങനെ വരും. കണ്ടോ എന്നാ രസം. നോക്ക് ഇത് മുന്താണി ഇങ്ങനെ കണ്ടോ. നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ്. നിങ്ങളൊന്നും നോക്കണ്ട. നിങ്ങളിങ്ങനത്തെ ജൂട്ട് ടസറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കണ്ണുടച്ച് വാങ്ങിച്ചോ. ഈയുടെ സാരി വാങ്ങിച്ചാണ്, ഇന്നലെ സാരി വാങ്ങിച്ചാണെന്നൊന്നും ഓർക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എപ്പോഴും ഈ റേറ്റിനൊന്നും സാധനം കിട്ടത്തില്ല. ഞാൻ ശരിക്കും പറയുന്നത് ഈ ജൂട്ട് ടസറിനെയൊക്കെ അറിയാവുന്നവർക്കറിയാം അത്രയും റേറ്റ് കിട്ടത്തില്ലെന്ന്. മേളിലത്തെ ബോർഡർ ഇങ്ങനെ. ബ്ലൗസും കൂടെ കാണിക്കാം. ഇതാണ് ബ്ലൗസ്. ബ്ലൗസിൻ്റെ സ്റ്റഫിലോട്ട് നോക്കിയേ. ടസർ ആ ഒരു ശരിക്കും ആ ഒരു സ്റ്റഫ് നോക്ക്. ഇതിൻ്റെ സെമി ആണെന്ന് ആരെങ്കിലും പറയുമോ? ഒറിജിനൽ ടസർ അല്ലെങ്കിൽ ഒറിജിനൽ ജൂട്ട് ആണെന്ന് മാത്രമേ പറയുള്ളൂ. ഇതിൻ്റെ വില അതാ ഞാൻ കാണിച്ചത് 1875. ഇപ്പോഴത്തെ റേറ്റ് വെറും 1399 രൂപ. നിങ്ങൾ എവിടെ നിന്നെങ്കിലും 1399 രൂപയ്ക്ക് പ്യുവർ അല്ല, പ്യുവറെന്ന് പറയാൻ വേണമെങ്കിൽ, പ്യുവറെന്ന് പറഞ്ഞാലും അല്ലെന്ന് ആരും പറയത്തില്ല, ജൂട്ട് ടസർ കിട്ടുമോ? അടുത്തത് കളർ ചേഞ്ചസ് സെയിം സാധനം സെയിം റേറ്റ്. ഇതിന് 1980 ഇതിൻ്റെ വിലയും. ഇന്നിപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ പ്രൈസ് ടാഗ് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ 1980 ഒറിജിനൽ റേറ്റ്. ഇപ്പോൾ ഇട്ടേക്കുന്ന റേറ്റ് 1399 രൂപ. കണ്ടോ? ഇതിൻ്റെ നല്ല കോമ്പിനേഷൻ അല്ലേ? നോക്കിക്കേ. കണ്ടോ? താഴത്തെ ബോർഡറിന് വീതിയുണ്ട്. പീച്ചും ക്രീമും കൂടെ ചേർന്ന നല്ലൊരു കോമ്പിനേഷൻ അല്ലേ? നോക്ക് നല്ല ഭംഗിയല്ലേ കാണാൻ. ഇവിടേക്ക് വരുമ്പോൾ ലൈറ്റ്, ഇവിടേക്ക് വരുമ്പോൾ ഡാർക്ക്. എന്നിട്ട് ആ ബോർഡറെ കൂടെ ചെറിയൊരു സെറി പോകുന്നുണ്ട്. മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ മുന്താണിക്കും സെറിയുണ്ട്. നല്ല ഫങ്ഷൻ വെയർ സാരി ആയിട്ട് കൊടുക്കാം കേട്ടോ. ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ. അയ്യടാ അടിപൊളി. ഈ സാരിയൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്തതോ പർച്ചേസ് ചെയ്ത മറ്റൊരാളോ അല്ല. എൻ്റെ ഷോപ്പിൽ ഓണറും പർച്ചേസ് മാനേജറും ഒറ്റ ഒരാളാണ്. അത് ഞാൻ എപ്പോഴും പറയും, എനിക്ക് ആരോഗ്യമുള്ള കാലത്തോളം അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. പക്ഷേ നമ്മളെല്ലാം അങ്ങനെ ഓർത്തിരിക്കുമല്ലോ. ഇത് അടുത്ത സാരി ജൂട്ട് ടസറാണ്. ജൂട്ട് ടസറിൻ്റെ തന്നെ കുറച്ചും കൂടെ കൂടിയത്. ഇതാണ് സ്റ്റഫ്. നിങ്ങൾ സ്റ്റഫ് നോക്കിയാൽ മാത്രം മതി. ഞാനതേ പറയുന്നുള്ളൂ. നിങ്ങൾ ഈ സ്റ്റഫ് കാണാൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെത്ര നല്ലതാണ്. കണ്ടോ? നമുക്ക് എന്നാ രസം. ഇത് പിന്നെ ഈ പറയുന്ന ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഇത് സിംഗിൾ പീസാണ്. ഇനിയിപ്പോൾ മറ്റേത് കിട്ടിയ പോലെ എപ്പോഴേലും എവിടുന്നേലും കിട്ടുമെന്ന് അറിയത്തില്ല. ഞങ്ങളിപ്പോൾ ഇത്രയും പീസ് മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ സെയിൽ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും ഒന്നുകൂടെ തപ്പി നോക്കുന്ന പറയുന്ന മനുഷ്യരുണ്ട്. ശരിയാണ് കേട്ടോ, ഒന്നുകൂടെ തപ്പി നോക്കിയാൽ ചിലപ്പോൾ കിട്ടിയേനെ. പക്ഷെ ഇപ്പം അതില്ല കേട്ടോ. ഇപ്പം നിലവിൽ ആ തപ്പി നോക്കാനൊന്നും അതിനൊന്നും സമയം നടക്കൂലല്ലോ. പിസ്ത ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ ഒരു ബോർഡർ
കണ്ടോ, ഒരു മസ്റ്റാർഡ് യെല്ലോടെ ഒരു ബോർഡർ. സ്റ്റഫാണ് അതിൻ്റെ ഏറ്റവും സാധനം. കണ്ടോ, മുന്താണി വന്നിട്ട് ഇതേണ്ട ഇങ്ങനെ വരും. അടിപൊളിയായിട്ടുള്ള സാരി, അടിപൊളിയായിട്ടുള്ള സാരി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സാരി. ഇത് വരും ബ്ലൗസ്, ആ മുന്താണിയുടെ തന്നെ ബ്ലൗസ്. നിങ്ങൾ ആ സ്റ്റഫിലോട്ട് നോക്കിക്കേ. എനിക്കാണെങ്കിലും ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ കൂട്ടുകാരികളൊക്കെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയല്ലോ, ഓടി കണ്ടോടി എന്നാ രസമാണ് നോക്കടി, ഇങ്ങനെയൊക്കെ പറയില്ല. നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ പറയും. എനിക്കെന്ന് പറഞ്ഞാലേ ഇപ്പം നിങ്ങളോടൊക്കെ ഞാൻ അങ്ങനത്തെ രീതിക്ക് ഓരോന്ന് പറയും. 2775 രൂപയുടെ സാധനമാണ്. ഇപ്പോഴത്തെ വില 1699. ഇനി നോക്ക്, ഒരു അടിപൊളിയായിട്ടുള്ള സാരി. ഇത് കണ്ടോ, ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് 4410 രൂപയാണ്. ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 2190. 4410 രൂപയുടെ സാരിയാണ്. നോക്ക്, ഫുൾ വർക്കാണ്. ഇതാണ് എൻ്റെ മുന്താണിയുടെ പോർഷൻ. ഈ 4410 രൂപ വരണമെങ്കിൽ ഈ ചിക്കൻകാരി ലക്നൗവി വർക്ക് വന്നേക്കുന്ന ഈ സാരിക്ക് അത്ര റേറ്റ് വരും. ലക്നൗവി വർക്കിന് റേറ്റ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ലക്നൗവി വർക്കിൻ്റെ നല്ല ഇപ്പോൾ ഈ കാണുന്നതാണ് കളറ്. നിങ്ങളിപ്പോൾ ക്യാമറ അടുത്ത് കൊണ്ടുവരുമ്പോൾ കാണുന്നതല്ല, ഇപ്പോൾ ഈ അകന്ന് കാണുമ്പോൾ കാണുന്നതാണ് കളർ. നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് കളറ്. അടുത്ത് വരുമ്പോൾ ലൈറ്റിൻ്റെ വെട്ടത്തിൽ അതിനൊരു വെളുപ്പ് കയറുന്ന പോലെ, മീൻസ് ഒരു കുറച്ചും കൂടെ മങ്ങൽ വരുന്ന പോലെ വരുന്നുണ്ട്. അതല്ല കളറ്, ഈ ഗോൾഡൻ യെല്ലോ ആണ് കളറ്. ലക്നൗവി വർക്ക് ചെയ്തിട്ടുള്ള ഇത് കണ്ടോ, മുന്താണി. ഇത് ഫുള്ള് ബോഡിയെ വർക്കാണ്. ദാമൻ പോർഷനിലും ഇതിപ്പം മുന്താണിയുടെ ഭാഗം വരുന്ന ഇതുണ്ടോ, ഇതിനകത്ത് മുഴുവനും പേപ്പറും എല്ലാം വെച്ച് നല്ലപോലെ ജോലി എടുത്ത് ചെയ്തിരിക്കുന്ന സാരിയാണ്. 4410 രൂപയുടെ സാരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത് ഫോൾഡിങ് ഒക്കെ അഴിക്കണം, ഇച്ചിരി പാടാണ്. ഞാൻ ഫോൾഡിങ് അഴിക്കുകയില്ല, കാരണം അതിന് നമ്മൾ അങ്ങനെ അഴിച്ച് കളയാൻ പറ്റത്തില്ല. ഇതുണ്ടോ, ഇതാണ് ബോഡി. കണ്ടോ, സാരിയുടെ ബോഡി ഇതാ. വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കാം. മെറ്റീരിയൽ പ്യുവർ ചന്തേരി. കേട്ടോ, നൂലാകട്ടോ ഇടയ്ക്ക് കയറിയിരിക്കുന്ന, ഈ നൂലിങ്ങനെ കയറിയിരിക്കുന്ന കേട്ടോ. ഇതാണ് സാരി. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ. ഈ ഒരു സാധനം പ്ലെയിൻ. എന്നിട്ട് നോക്കട്ടെ ബ്ലൗസ്, ഒരു മിനിറ്റ്. ഇത് കണ്ടോ, ബ്ലൗസ് ഇതാണ്, ഈ വരുന്നതാണ് ബ്ലൗസ്. ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിൽ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള വർക്ക് വരും. പിന്നെ കയ്യിൽ ഈ ഒരു വർക്കും വരും. കണ്ടോ, ഇതെല്ലാം ലക്നൗവി വർക്കാണ്. നല്ല എന്നാ പറയുന്നത്, സിൽക്കി ചന്തേരിയാണ് മെറ്റീരിയൽ. വില ഞാൻ കാണിച്ചല്ലോ, 4410 രൂപ. ഇപ്പോഴത്തെ വില 2190 ആണോ 40 അത്രയും രൂപ കേട്ടോ. ഇതിലൊരു കളറും കൂടെ ഉണ്ട്. ഒറ്റ പീസേ ഉള്ളൂ, സിംഗിൾ പീസാണ്. ഇതിനൊന്നും വേറെ പീസില്ല. കാരണം ഇത്ര റേറ്റിൻ്റെ സാരി നമ്മൾ അലക്ഷ്യമായിട്ട് കൊണ്ട് വയ്ക്കത്തില്ല. ഇത് അതിൻ്റെ തന്നെ ബേജ് കളർ, സെയിം സാരി, സെയിം ആണ്. ഇത് ഞാൻ മൊത്തം നൂർത്ത് കാണിക്കത്തില്ല കേട്ടോ, കാരണം ഇതിൻ്റെ ഫോൾഡിങ് ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. എത്ര റേറ്റ് കൂടിയ സാരികൾ നമ്മൾ ഫുൾ നൂർക്കാനായിട്ട് സാധിക്കത്തില്ല. ഇത് തന്നെയാണ് സാധനം. കണ്ടോ, 4410 രൂപ, 2190. സെയിം ഐറ്റം തന്നെയാണ്, മുമ്പേ കണ്ട ഐറ്റം തന്നെയാണ്. കളർ മാത്രം വ്യത്യാസം. ബേജ് കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഒരു മങ്ങലാണ്, പക്ഷേ ഞാൻ പറയുന്നു ഈ കളറുകൾ എടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതയാണ്, ഒരു ലുക്കാണ്. ഒരു പേസ്റ്റൽ സാധനങ്ങൾ കിട്ടുമ്പോൾ ഉണ്ട് ഒരു ലുക്കില്ലേ, അതാ. ഇതിനകത്ത് നിറയെ ഉണ്ടല്ലോന്നേ, പേപ്പറും അതും ഇതും സ്പോഞ്ചും ഇതൊക്കെയാണോ. നല്ല സാരി കേട്ടോ. ഇതേ അടുത്തത് ഒരു സാരി, മൽച്ചന്തേരിയുടെ ഫാബ്രിക്കാണ്. മൽച്ചന്തേരി മിക്സാണ് കേട്ടോ, പ്യുവർ മൽച്ചന്തേരി എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. ഇതാണ് മുന്താണി. ഇത് വരും നല്ലൊരു, ഇത് മൊത്തം വീവിങ് ആണ്. ഇതൊന്നും പ്രിൻ്റ് അല്ല. അയ്യോടാ, അതിൻ്റെ റേറ്റ്, ഇതിൻ്റെ പ്രൈസ് ടാഗ് കുറച്ചായിരുന്നു. ഇതിൻ്റെ കളറ് പറയാനാണെങ്കിലും ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു മിക്സിങ് ആയിട്ടുള്ള കളറാണ്. ഇതിൽ ലാവണ്ടർ പോകുന്നുണ്ട്, ബ്ലൂ പോകുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു ഗോൾഡൻ വീവിങ്ങും കൂടെ പോകുന്നുണ്ട്. മുന്താണിക്കും അങ്ങനെ തന്നെ ഒരു കൈൻഡ് ഓഫ് സാരി. അതിപ്പം അറിയാവുന്നവർക്കത് അറിയാം. ഇങ്ങനത്തെ സാരീസ് ഒരു സമയത്ത് നല്ല ചുരിദാറും ഒക്കെ നല്ല ഹിറ്റായിരുന്നു. ഓർക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അന്ന് വന്ന സാരി ഇത് കുറച്ച് നാൾ മുന്നേ. കണ്ടോ, ഇതാണ് സാരി. ചന്തേരിയാണ് ഫാബ്രിക്. മൽച്ചന്തേരി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര മൽച്ചന്തേരിന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് പ്രിൻ്റ് അടിച്ച് വന്നിരുന്ന മൽച്ചന്തേരി എന്നാണ് പറയുന്നത്. ചന്തേരിയാണ്, ചന്തേരിയുടെ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് 1999. ഇപ്പോഴത്തെ റേറ്റ് 1299. അടുത്ത സാരിയും ഇത്
ചന്തേരിയുടെ സ്റ്റഫാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ റേറ്റ് നോക്ക്, 2050 രൂപയാണ്. ഇപ്പോഴത്തെ വില വെറും 1599 രൂപ. നല്ല സാരിയാണ്, നല്ല ഗ്രാൻഡായിട്ടുള്ള. എൻ്റെയൊക്കെ ഞാൻ എപ്പോഴും പറയും, എനിക്ക് ക്രീം സാരിയോട് അതിന് കിട്ടുന്ന ഒരു ലുക്കെന്ന് പറയുന്നതിനോട് എനിക്ക് അതേസമയം ചുരിദാർ അങ്ങനെ ഇടാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ക്രീം കളർ എല്ലായ്പ്പോഴും ഇടാൻ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. ഇച്ചിരി ഡാർക്ക് കളറുകളൊക്കെ ഇടാനായി ഇഷ്ടം ശരിക്കും. പക്ഷേ സാരിയിലേക്ക് വരുമ്പം എനിക്ക് ക്രീം, വൈറ്റ്, ബ്ലാക്ക് അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇത് കണ്ടോ, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരി, നല്ല നീറ്റായിട്ടുള്ള സാരി. എന്തൊക്കെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നല്ല ക്ലാസ് ലുക്ക് തോന്നുന്ന സാരി. ഇതിനിങ്ങനെ ഒരു ചെറിയ സെറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാൻഡേർഡാണ് ഇതിൻ്റെ ഈ സെറിയൊക്കെ. ഇത് മുന്താണിയായിട്ട് വരും കേട്ടോ. ഭയങ്കര എടുത്ത് നിൽക്കുന്ന അങ്ങനെ ഒരു അതല്ല. ഇതിപ്പോൾ കേരള സാരിയുടെ ഇതാണ് കളർ അല്ലേ, ഇപ്പോൾ കാണുന്നതാണ് കളർ. ചന്ദന കളർ കേട്ടോ. ചന്ദന കളറിൻ്റെ ഡാർക്ക് അല്ല, ചന്ദന കളറിൻ്റെ ചന്ദന കളർ, പക്ക ചന്ദന കളർ, അതായത് സാൻഡൽ ഷെയ്ഡ്. ഇപ്പം നമുക്കുണ്ടല്ലോ, ഇതിപ്പോൾ ചർച്ചിൽ ഉപയോഗിക്കാനും അമ്പലത്തിൽ പോകുമ്പോൾ ഉപയോഗിക്കാനും ഒരു കല്യാണത്തിന് പോയാൽ ഉപയോഗിക്കാനും എല്ലാം ഒരുപോലെ പറ്റുന്ന സാരിയാണ്. നല്ല ഒന്നാന്തര നീറ്റായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്തയിൽ ചന്തേരിയാണ് സ്റ്റഫ്. ഇതുണ്ടോ, ബോഡിയെല്ലാം ഇങ്ങനെ തന്നെ. ബ്ലൗസും കൂടെ ഒന്ന് നോക്കിയേക്കാം. ബ്ലൗസ് പ്ലെയിൻ ആണ്. ഇത് കണ്ടോ, ഇതാണ് ബ്ലൗസ്. ഈ പാർട്ട് വരും ബ്ലൗസ്. ഉണ്ടോ, കയ്യേല ഒരു ഇതായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു മെറൂണിൻ്റെ നല്ല ഡാർക്ക് സിൽക്ക് ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ഡാർക്ക് കളറുകളുടെ ബ്ലൗസ് ഇടുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. വേറൊരു വെറൈറ്റി ലുക്ക് കിട്ടും. ഒരു പ്രാവശ്യം നമുക്ക് നമ്മുടെ ഇതിൻ്റെ ബ്ലൗസ് കൊണ്ട് തന്നെ ഇടാം. ഇതാ അടുത്ത സാരി എന്ന് പറയുന്നത് 2830 രൂപയുടെ സാരി ഇപ്പോൾ 1830. 1830 ഒന്ന് വാങ്ങി കിടക്കുക കേട്ടോ. ആരെങ്കിലും എടുത്ത് 830 കൊടുത്തിട്ടില്ല. 1830. നല്ല സിൽക്കി ഐറ്റമാണ്, സിൽക്കി സാരിയാണ്. കണ്ടോ, ഐറ്റം നിറച്ചും ഒരു വർക്ക്. മറ്റേത് ചന്തേരി ആയിരുന്നു, ഇതങ്ങനെയല്ല, ഇത് സിൽക്കാണ്. ഇപ്പം നമ്മൾ സോഫ്റ്റ് സിൽക്കില്ലേ, അങ്ങനത്തെ സിൽക്ക് ഐറ്റമാണ്. ഇത് ഈ പറഞ്ഞ എനിക്ക് ഒത്തിരി നൂത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വേറൊന്നുമല്ല. ഇത് ഉടങ്ങി പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതാണ് മുന്താണി. നിങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ എനിക്കറിയത്തില്ല എന്നെ കൊല്ലി. ഈ പെണ്ണുങ്ങളെ എന്നെ കന്നിനെ കായും കാണിക്കില്ലെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ കാര്യം. എനിക്ക് ഈ പെൺപിള്ളേരുടെ താങ്ങി പെൺപിള്ളേരുടെ സ്വഭാവമാണ് ഈ ഇങ്ങനത്തെ സാധനമൊക്കെ കാണുന്നതാണ്. ഇത് വരും ബ്ലൗസ്. ഒരു കാണിച്ച്, ഇത് വരും ബ്ലൗസ്. ബ്ലൗസിൻ്റെ ബാക്ക് സൈഡാണ് ഈ പോർഷനാണ് ഈ വരുന്നത്. കയ്യേൽ ഇതേൻ്റെ അത് തന്നെ ഇങ്ങനെ കയ്യേലും വരും. ഇതും ചന്ദന കളർ. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, എത്രയോ കാലം മുന്നേ എനിക്ക് ക്രീം ബ്രാൻഡ് ഉള്ളതാണ്. എൻ്റെ പണ്ട് തൊട്ടേ ഉള്ള എല്ലാ കളക്ഷൻസ്. ഇത് പണ്ട് തൊട്ടേ ഉള്ളതൊന്നും അല്ല കേട്ടോ, മോഡൽ പോയതോ അങ്ങനത്തെ സാധനമൊന്നുമല്ല. എവർഗ്രീൻ ആയിട്ടുള്ള സാധനം. നൂർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അറിയാതെ ശരീരത്തിട്ട് പോവുക. നിങ്ങൾ നല്ലൊരു കല്യാണത്തിനൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ബ്രൈഡിൻ്റെ അടുത്ത ഒരു ബന്ധുവാണ്, അല്ലെങ്കിൽ ആ ബ്രൈഡിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇടാൻ പറ്റുന്ന അത്രയും നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. അതിന് ചേരുന്ന ഒരു കോൺട്രാസ്റ്റ് ഡാർക്ക്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് മെറൂൺ അല്ല, ഡാർക്ക്. അപ്പം ഇങ്ങനത്തെ ഒരു നല്ല പേളുമാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കാണെന്നാണ് വിദ്യാസ് അഭിപ്രായം. ഇന്നിനി ഈ ഒരൊറ്റ സാരിയും കൂടെ ഉള്ളൂ. മൽച്ചന്തേരിയുടെ ഫാബ്രിക്. നല്ലൊരു ഗ്രീൻ. എന്നെ ഗ്രീനാണെന്ന് എന്നോട് ചോദിക്കരുത്. നല്ലൊരു ഗ്രീനും ആഷും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ. ഭയങ്കര യോജിപ്പുള്ള ഒരു കോമ്പിനേഷനാണ് ആഷും ഗ്രീനും എന്ന് പറയുന്നത്. എന്നിട്ട് അതിനിങ്ങനെ താഴത്തെ പോർഷനാണ് ഇത് വരുന്നത്. ഫുൾ എംബ്രോയ്ഡറിയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ നൂലാലത്തേന്ന് കട്ട് ചെയ്ത് പോകാത്തതാണ്. എന്നിട്ട് സൈഡിൽ ഇങ്ങനെ ആഷിൻ്റെ ഒരു പൈപ്പിങ് കൊടുത്തിരിക്കുക. മേൽ ഭാഗത്തേക്ക് വരുമ്പം ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു എംബ്രോയ്ഡറി വർക്ക്. ബോഡിയിലൊരു സെൽഫ് പ്രിൻ്റ് ഉണ്ട്. മൽച്ചന്തേരിയാണ് ഫാബ്രിക്. ഇതാണ് മുന്താണി. ബ്ലൗസും റേറ്റും ഒക്കെ എവിടെയാണ്? ഇത് വരും ബ്ലൗസ്. സെയിം ആണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ആഷ് കളർ ബ്ലൗസ് ഉണ്ടെങ്കിൽ ആ ബ്ലൗസ് ഇടുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ റേറ്റ് ഒന്ന് തപ്പി എടുത്തോട്ടെ. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ ബോർഡർ വരുന്നതാ. ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക്. അത് ബോഡിയിലെല്ലാം ഉണ്ട്. ഇങ്ങനെ നല്ല സാരി കേട്ടോ. മൽച്ചന്തേരിയുടെ ഫാബ്രിക്കാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ വില 1490 രൂപ.
ഒറിജിനൽ റേറ്റ് 2190 രൂപ. ഇപ്പോഴത്തെ വില 1490 രൂപ. സ്ക്രീനിൽ നോക്കിയാൽ മതി. ഞാനിങ്ങനെ ഈ കിടന്ന് ഈ വില പറഞ്ഞേണ്ട കാര്യമൊന്നുമില്ല. സ്ക്രീനിലുണ്ടെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും മറന്നു പോകും കേട്ടോ. സ്ക്രീനിലുണ്ട് വില കേട്ടോ. അപ്പം ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ചോദിച്ചവരോടുള്ള ഞാൻ പറയുന്ന അതാണ്, എല്ലാ സാധനങ്ങളും നമുക്ക് എല്ലായ്പ്പോഴും കിട്ടത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ ഓൺലൈൻ തുടങ്ങിയിട്ട് ഏകദേശം 3-4 വർഷമായി. ഇതുവരെ ഞാൻ പ്രീമിയം സാരീസിനൊരു ഓഫർ സെയിൽ വെച്ചിട്ടേ ഇല്ല. ഫസ്റ്റ് ടൈമാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് വെക്കുക നടത്തില്ല. ഇപ്പം ഈ ഒരു വർഷത്തിൽ എനിക്ക് ഇങ്ങനെ കുറച്ചെണ്ണം നമ്മൾ ഓഫർ സെയിൽ വെക്കണം എന്ന് വെച്ചാൽ, കാരണം പ്രീമിയം സാരീസ് നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കൂടുതലും പ്രീമിയം സാരീസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി കസ്റ്റമേഴ്സുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീമിയം സാരീസ് ഷോപ്പിൽ അങ്ങനെ ഇരിക്കാറില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒത്തിരി നമ്മൾ ബണ്ടിൽ കണക്കിന് കൊണ്ടുവരത്തുമില്ല. പ്രീമിയം സാരീസ് എന്നൊക്കെ പറഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോക്കേ കൊണ്ടുവരുള്ളൂ, അത്രയും ഒന്നും കൊണ്ടുവരത്തില്ല. അതുകൊണ്ട് നമുക്ക് തീർന്നു പോകും. അങ്ങനെ അങ്ങ് ഇരിക്കാത്തത് കൊണ്ട് ആണ് ഞാൻ കാണിക്കാതിരുന്നത്. അപ്പോൾ കാണിക്കാതിരുന്നത് കൊണ്ട് ഇപ്പം കാണിക്കും. ഇനിയിപ്പോൾ കാണിക്കും ചിലപ്പോൾ കുറേ. ഈ വർഷം കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം കാണിക്കണമെന്നില്ലല്ലോ. നമ്മുടെ ആരുടെയും കാര്യം ഒന്നിനും ഗ്യാരണ്ടി ഇല്ലല്ലോ. അപ്പം ഇപ്പം വാങ്ങിക്കാൻ പറ്റുന്ന വാങ്ങിക്കുക. നമുക്ക് എന്നാന്ന് പറഞ്ഞാലും മുന്നോട്ട് എപ്പോഴും എന്തെങ്കിലും എല്ലാ ഫങ്ഷനുകളുണ്ട്, ഡെയിലി യൂസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അന്നേരം എല്ലാം എടുക്കാമല്ലോ. വീണ്ടും ഇതിന് എക്സ്ചേഞ്ചോ റിട്ടേണോ റീഫണ്ടോ ഒരു കാര്യങ്ങളും ഇല്ല. അത്രയും വലിയ ഓഫറില്ലാത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു മെനക്കെടലോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ പരിപൂർണ ഇഷ്ടത്തോടു കൂടി മാത്രം വാങ്ങിക്കുക. പിന്നെന്താ, ഗീവ് അവേ മറക്കണ്ട. 2990 രൂപയുടെ ഇതുപോലൊക്കെയുള്ള ഒരു സാരി, ഒരു ജൂട്ടസറിൻ്റെ സാരി വെറുതെ സമ്മാനമായിട്ട് കിട്ടാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കമൻറ്റും യൂട്യൂബിലെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതട്ടോ. താങ്ക് യു.